ഒരു ശരീക്കിന്റെ കല്യാണ വേദി സദസ്സ്, നിറയെ മുത്തഅല്ലിമീങ്ങൾ. ആ സദസ്സിൽ കരിങ്കപ്പാറ ഉസ്താദും ഉണ്ട്. കരിങ്കപ്പാറ ഉസ്താദ് ശൈഖുനയുടെ ഉസ്താദാണ്. അപ്പൊ കരിങ്കപ്പാറ ഉസ്താദ് അവിടെ ഉണ്ട്, ഒരുപാട് മുത്തഅല്ലിമീങ്ങള്. അപ്പൊ അവിടെ മദ്ഹ് ചൊല്ലാൻ തുടങ്ങി മുത്തഅല്ലിമീങ്ങൾ. കുട്ടികള് നല്ല ബുർദയും മറ്റു മദ്ഹുകളൊക്കെ ചൊല്ലാൻ തുടങ്ങിയപ്പോ കുറച്ചാളുകൾ എന്ത് ചെയ്തു, അവിടുന്ന് ചിലങ്ക മുട്ടാൻ തുടങ്ങി. ചിലങ്ക എന്നാണ് ബാവസ്ഥാദ് എഴുതിയിട്ടുള്ളത്. എന്താ മജീദുൽ ചിലങ്ക എന്ന് പറഞ്ഞാല്? ബാവസ്ഥാദ് എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ്, ചിലങ്ക. ചിലങ്ക മുട്ടാൻ തുടങ്ങി. ഈ ചിലങ്ക മുട്ട എന്ന് പറഞ്ഞാല് അപ്പൊ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് പഠിക്കുന്ന മുത്തഅല്ലിമാണ്. ഉസ്താദ് പെടുന്നനെ എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റിട്ട് അത് ഹറാമാണ്, പാടില്ല. ഉടനെ തന്നെ ഉസ്താദുമാരെല്ലാവരും പറഞ്ഞു, ആ കുട്ടി പറഞ്ഞത് സത്യ, അതിവിടെ നിർത്തണം എന്നാണ്. ദഫല്ലട്ടാ, ഞങ്ങനെ വിചാരിക്കുക ദഫ് അത് ഷേഖുകളുടെ തുടക്കം കുറിച്ചതാ. അതിന് ചിലതുണ്ട്. നടു ഇടുങ്ങി തല രണ്ടും പിരിഞ്ഞുള്ള കൂപത്തി ഹറാമുൻ അതല്ലാതുള്ള മുട്ടുംബ ഭാരതി ഹലാലുൻ അലാ തിട്ടം ലിക്കുല്ലി മുഹല്ലലി കച്ചണ്ടാവ മുറുകം ഒറ്റ ആലാത്തി ദർബത്തി. പഴയ മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ബാവസ്ഥാദി എഴുതിയത് ചിലങ്ക മുട്ട എന്നാണ്. അത് നടു ഇടുങ്ങി തല രണ്ടും പിരിഞ്ഞുള്ള കൂപത്തി ഹറാം. അതിന്റെ അവസ്ഥ കണ്ടപ്പോഴാണ് ഉസ്താദ് പറയുന്നത്. നേരെ മറിച്ച് അതാരും തെറ്റിദ്ധരിക്കണ്ട. ദഫ് മുട്ടുന്നത്, അറവന മുട്ടുന്നത് അതൊക്കെ ഒരു സന്തോഷകരമായ കാഴ്ച. ശൈഖുന അത് ചില ഘട്ടങ്ങളിൽ അതൊരു ആനന്ദമാണ്, സന്തോഷമാണ്. പക്ഷേ എല്ലാത്തിനും ഒരു ഷർത്തുകളൊക്കെ ഉണ്ടല്ലോ, ആ നിബന്ധന പ്രകാരം. അൽഹംദുലില്ലാ, അതൊക്കെ ഒരു ആനന്ദം തന്നെയാണ്. അപ്പൊ ചിലങ്ക ബാവസ്ഥാദ് എഴുതിയതാണ്. അത് നേരത്തെ ആദ്യം പറഞ്ഞില്ല നമ്മള്, നടു ഇടുങ്ങി തല രണ്ടും പിരിഞ്ഞുള്ള കൂപത്തി ഹറാമുൻ അതല്ലാതുള്ള മുട്ടുംബ ഭാരതി. ആ സംഭവമുള്ള ഒന്ന് കണ്ടപ്പോ ഉടനെ തന്നെ ശൈഖുൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു അത് ഹറാമാണ്, പാടില്ല. മുത്തഅല്ലിമായിരിക്കുന്ന കാലത്ത് ഉടനെ നിർത്തിവെക്കുകയും ചെയ്യുന്നു. അതേ സ്ഥാനത്ത് ദഫ് മുട്ട അത് ഉസ്താദിനെ പഠിപ്പിച്ചാണ്. ഇവിടെ മുത്തഅല്ലിമീങ്ങളെ കൊണ്ട് ബുർദയുടെ മജ്ലിസൊക്കെ എന്താ ഏതെല്ലാം രൂപത്തിൽ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ചിട്ടകളുണ്ട്, അതിര് വിട്ടു പോകരുത്. അത് ബഹുമാനപ്പെട്ട ശൈഖുന റഈസുൽ ഉലമ അടക്കം പഠിപ്പിക്കാറുണ്ട്. അതിര് വിട്ടു പോകരുത്, നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അത്തഹിയ്യാത്ത് സുബ്ഹി 2 റക്അത്ത് 3 റക്അത്താക്കാൻ പറ്റൂലല്ല. ഏതൊരു കാര്യം നല്ല കാര്യം അതിര് വിട്ടു പോകരുത്, അത് സൂക്ഷിക്കാൻ നല്ലതാണെന്ന് ശൈഖുനടക്കം പഠിപ്പിച്ചിട്ടുണ്ട്.